നമുക്കായി ഒരുക്കിയിരിക്കുന്നു. അത്ഭുതങ്ങളിലൂടെ വഴി നടത്തുന്നതിനായ ദൈവം. ദാവീദിന്റെ മകനായ യോസേഫേ, നീ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോകുക. കുഞ്ഞിനെ കൊല്ലുവാൻ ഹെരോദാവ് പദ്ധതിയിട്ടിരിക്കുന്നു. അവർ പോകുമ്പോൾ ശോധന അവർക്കെതിരെ വന്നു. എന്റെ ദൈവമേ, ഇതെന്താ ഈ വിത്തുകൾ ഞാൻ ഇപ്പോൾ പാടിയാണ് ഇതെല്ലാം പ്രതികളായിരിക്കും. നിന്റെ അത്ഭുതം എത്രയോ ദൈവമേ, നന്ദി. അങ്ങനെ അത്ഭുതകരമായ വിധത്തിൽ ദൈവമായ കർത്താവ് യോസേഫിനെയും മറിയാമിനെയും കുഞ്ഞിനെയും മിസ്രയീമിലേക്ക് രക്ഷപ്പെടുത്തി പരിപാലിച്ചു. ഹെരോദാവിനെ വന്നവരെയും അവർ മിസ്രയീമിൽ പാർത്തു. അതേസമയം എലീശബ ഹെരോദാവിന്റെ പടയാളികളിൽ നിന്ന് രക്ഷപ്പെട്ട് ശിശുവായ യോഹന്നാനെ കൊണ്ട് മലകളിലേക്ക് ഓടിപ്പോയി.
റാമി വലിയ നിലവിളി കേട്ടു, റാഹേൽ മക്കളെ ചൊല്ലി ലഭിച്ചു എന്ന് പ്രവാചകൻ അരുളി ചെയ്ത പ്രകാരം അനേകം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. പക്ഷേ എലീശബയെയും യോഹന്നാനെയും ദൈവം അത്ഭുതകരമായ യുദ്ധത്തിൽ പങ്കെടുത്തു. വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം അതാ യോർദാൻ നദീ തീരത്തിൽ യോഹന്നാൻ. നിങ്ങളോട് വരുവാനുള്ള കോപം വിട്ടൊഴിഞ്ഞു പോകുവാൻ സർവസന്തതികളെ വരുവാനുള്ള കോപം വിട്ടൊഴിഞ്ഞു പോകുവാൻ നിങ്ങളോടായി പറഞ്ഞു. മാനസാന്തരത്തിലുള്ള മനഫലം ഉണ്ടാക്കി ഞാൻ നിങ്ങളെ ഗർഭത്തിൽ സ്നാനം ലഭിക്കും. എന്റെ പിന്നാലെ വരുന്നത് പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും. അവന്റെ ചെരുപ്പിന്റെ വാറയ്ക്കാൻ ഞാൻ യോഗ്യനല്ല. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ ക്രിസ്മസ് രാത്രി അത്ഭുതങ്ങളിലൂടെ നമ്മെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിനെ നമുക്കൊന്നു ചേർത്ത് ശ്രമിക്കാം. തന്റെ കരുണകൾക്കായി കാത്തിരുന്ന മാനസാന്തരത്തിന്റെ സമയങ്ങളിൽ